3 ദിവസമായി ഇവിടെ നടന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം 600ഓളം കായിക താരങ്ങളും രക്ഷകർത്താക്കളും പരിശീലകരും ഒഫീഷ്യൽസും പങ്കെടുത്തു. വളരെ ഭംഗിയായി പൂർത്തിയാക്കി. നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രീ സ്റ്റൈൽ പുംസെ എന്ന വിഭാഗം ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്തിയത്. അതിന്റെ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. ഈ ഫ്രീ സ്റ്റൈൽ പുംസയിൽ 1ാം സ്ഥാനം നേടിയത്, സിൽവർ മെഡൽ നേടിയത് ശ്രീ ആരോൺ ആണ്. ഇന്നോവേറ്റീവ് ടൈക്കോണ്ടോ ക്ലബ് ആലപ്പുഴ. ആരോണിന്റെ മെഡലും ക്യാഷ് പ്രൈസും സ്വീകരിക്കാൻ വേണ്ടി സാധനം ക്ഷണിക്കുന്നു. മെഡൽ നൽകുന്നതിലേക്കായി ആലപ്പുഴ ജില്ലയിലെ പ്രസിഡന്റ് ശ്രീമതി ജോളി ടീച്ചറെ സാധാരണ ക്ഷണിക്കുന്നു. ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്നത് അണ്ടർ 14 ഇയർ ഏജ് കാറ്റഗറിയിൽ ഓസ്റ്റിൻ ആന്റണി. ഗോൾഡ് മെഡൽ പ്ലസ് ക്യാഷ് അവാർഡ് ഫോർ 3,000 rupees. അടുത്തതായി മെഡൽ വിതരണം ചെയ്യാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ VP പ്രദീപ് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എബോവ് 14 ഏജ് കാറ്റഗറിയിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീ അഭിരാം, ഇന്നോവേറ്റീവ് ടൈക്കോണ്ടോ ക്ലബ് ആലപ്പുഴ. Gold medal goes to Sri Ebin Santosh, Innovative Taekwondo Club, Alappuzha. Cash award 3,000 rupees. അടുത്ത റെഫറീസിനുള്ള മെമൻഡോസ് വിതരണം ചെയ്യുകയാണ്. വിതരണം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലാ OMCയുടെ പ്രസിഡന്റ് ശ്രീ മൈക്കിൾ സാറാണ്. സാറിനെ ക്ഷണിക്കുന്നു. ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ക്ലബുകൾക്കുള്ള ഉപകാരമാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുകയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ള ട്രോഫികൾ നേടുകയും ചെയ്ത ജില്ലകളെ ട്രോഫികൾ കൈപ്പറ്റുന്നതിനെ ക്ഷണിക്കുന്നു. ട്രോഫികൾ വിതരണം ചെയ്യുന്ന 3ാം സ്ഥാനത്തിലുള്ള ട്രോഫികൾ വിതരണം ചെയ്യുന്നത് ശ്രീ ടോണി മാത്യു,
YMCA ബോർഡ് മെമ്പർ. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് യോധ തൈക്കോണ്ടോ ക്ലബ് കാസർഗോഡ്. യോധ തൈക്കോണ്ടോ ക്ലബിലെ ടീം അംഗങ്ങളും പരിശീലകരും ട്രോഫി കൈപ്പറ്റുന്നതിലേക്കായി എത്തുക. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് വേൾഡ് തൈക്കോണ്ടോ അക്കാദമി കോഴിക്കോട്. ട്രോഫി വിതരണം ചെയ്യാൻ YMCA ബോർഡ് മെമ്പർ ശ്രീ ജോൺ ജോർജ് അവരെ ക്ഷണിക്കുന്നു. നാലാമത് ഇന്റർ ക്ലബ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്നോവേറ്റീവ് തൈക്കോണ്ടോ അക്കാദമി ആലപ്പുഴ. ട്രോഫികൾ വിതരണം ചെയ്യുന്നതിലേക്കായി YMCA പ്രസിഡന്റ് ശ്രീ മൈക്കിൾ മത്തായി അവരെ സാദരം ക്ഷണിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടത്തപ്പെട്ട 26ാമത് കേരള ആൻഡ് സ്റ്റേറ്റ് ഇന്റർ ക്ലബ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് വളരെ വിജയപ്രദമായി സംഘടിപ്പിച്ച ഫ്രീ സ്റ്റൈൽ പുംസെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ മത്സരത്തിന്റെ സംഘാടനത്തിന് കോർഡിനേറ്ററായി മാറിയ ഇന്നോവേറ്റീവ് തൈക്കോണ്ടോ ക്ലബിന്റെ മുഖ്യ പരിശീലകനും കേരള ടീം കോച്ചുമായ കേരള തൈക്കോണ്ടോയുടെ ഒരു ഭാവി വാഗ്ദാനം കൂടിയായിട്ടുള്ള റോഷൻ റോഡി ഡിക്കുവിനെ ആദരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തൈക്കോണ്ടോ അസോസിയേഷന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി മാസ്റ്റർ വിജയ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. ഏറ്റവും വളരെ മികച്ച രീതിയിൽ ഈ മത്സരം സംഘടിപ്പിച്ച കോർഡിനേറ്റ് ചെയ്ത റോഷൻ റോഡിക്കുള്ള ആദരവും. ബഹുമാനപ്പെട്ട ഡിഗ്നിറ്ററീസ് ഓൺ ദ സ്റ്റേജ് ആൻഡ് റെസ്പെക്റ്റഡ് റഫറീസ് ആൻഡ് ഓൾ സീനിയർ ഇൻസ്ട്രക്ടേഴ്സ്, നമ്മൾ YMCAയുടെ അക്കാഡമി തുടങ്ങിയിട്ട് ഒരു 6 months പോലും ആയിട്ടില്ല. ഇവിടുത്തെ അക്കാഡമി സ്റ്റാർട്ടായിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടായി ഒരു 6 monthsനകം ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുക്കാൻ നടക്കുമെന്ന് എനിക്കൊരിക്കലും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. YMCAയ്ക്ക് അവരുടെ ബോർഡ് മെമ്പേഴ്സും എസ്പെഷ്യലി മൈക്കിൾ സാറിനും അത് എനിക്ക് ഈ സമയത്ത് നന്ദി പറയാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടേക്കിൻ്റെ ടീം, നമ്മൾ ഏത് കാര്യം വിളിച്ച് ചോദിച്ചാലും എങ്ങനെയാണ് ഏതാണെന്നുള്ളത് നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് തന്ന നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണെങ്കിലും അനന്തകുമാർ സാറാണെങ്കിലും സാറാണെങ്കിലും നമ്മുടെ ടെക്നിക്കൽ ടീമാണെങ്കിലും നമ്മുടെ റഫറൻസിൻ്റെ ഇൻചാർജ് ടീമാണെങ്കിലും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും YMCAയുടെ പേരിലും ആലപ്പുഴ ജില്ലാ തൈക്കോണ്ടോ അസോസിയേഷൻ്റെ പേരിലും നന്ദി പറയുന്നു. ചടങ്ങ് അവസാനിച്ചു. ഒരിക്കൽ കൂടി YMCA ഭാരവാഹികൾക്ക് ടേക്കിൻ്റെ പേരിലും ജില്ലാ തൈക്കോണ്ടോ അസോസിയേഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സർ.